കാരുണ്യ മെഡിക്കൽ സ്റ്റോർ തുറന്ന് പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചേർത്തല താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ കോൺഗ്രസ് സമരം. UDF കാലത്ത് 20% മുതൽ 93% വരെ രോഗികൾക്ക് മരുന്ന് വിലയിൽ ഇളവ് ലഭിച്ചിരുന്ന കാരുണ്യ മെഡിക്കൽ സ്റ്റോർ നിർത്തിയ നടപടിയിൽ പ്രതിഷേധിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. ചേർത്തല ടൗൺ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുമ്പിൽ നടത്തിയ സമരം KPCC ജനറൽ സെക്രട്ടറി A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. കാരുണ്യ ഫാർമസി ഉടൻ തുറന്ന് പ്രവർത്തിക്കണമെന്നും ഡയാലിസിസ് സെന്റർ കാര്യക്ഷമമാക്കുന്നതിനായി നെഫ്രോളജിസ്റ്റിനെ നിയമിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് വിശ്വംബരം പിള്ള അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി S. ശരത്ത്, DCC സെക്രട്ടറിമാരായ CD. ശങ്കർ, R. ശശിധരൻ, സജി കുര്യാക്കോസ് എന്നിവർ പ്രസംഗിച്ചു. സാങ്കേതിക രംഗത്ത് മികവുറ്റ ഒരു പ്രവർത്തനത്തിന്റെ കേന്ദ്രമായി ആശുപത്രിയെ മാറ്റാൻ മറ്റൊരു 20 ലക്ഷം രൂപ കൊടുത്തു. അത് ഇന്നും ഉപയോഗിക്കാതെ കിടക്കുന്ന ഗതികെട്ട അവസ്ഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ഞാൻ പറയുമ്പോൾ ഈ നാടിന്റെ ജനപ്രതിനിധിയായ മന്ത്രി ഉൾപ്പെടെ ഉത്തരവാദികളാണ്. അവർ നാളുകളിൽ വന്ന് ജനങ്ങളുടെ മുമ്പാണ് മറുപടി പറയണം. എന്തുകൊണ്ട് ഇത് നടപ്പിലാകില്ല? കഴിഞ്ഞ എത്ര വർഷക്കാലത്തിനിടയിൽ 5 വർഷക്കാലം വരെ ഈ ആലപ്പുഴയ്ക്കുണ്ടായിരുന്നല്ലോ കോൺഗ്രസുകാരനെല്ലാം വേണ്ടി. അതിനു മുമ്പുണ്ടായിരുന്നത് KC വേണുഗോപാലായിരുന്നല്ലോ. അതിനു മുമ്പുണ്ടായിരുന്നത് CM സുധീരനായിരുന്നല്ലോ. അതിനു മുമ്പ് കേന്ദ്രമന്ത്രിമാരായിരുന്ന 2 പേർ MP-മാരായും കേന്ദ്രമന്ത്രിമാരായും AK ഉണ്ടായിരുന്നല്ലോ. അവരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന എല്ലാ സൗകര്യങ്ങളും ഇത് കാണുമ്പോൾ ഈ ആശുപത്രി മികവിന്റെ കേന്ദ്രമായി വളർന്നിരിക്കുന്നു. അതുകൊണ്ട് അത് തകർത്ത് കളയാം എന്ന മിഥ്യാധാരണ ഏത് CPM നേതാവിനുണ്ടെങ്കിലും, ഏത് MLA-ക്കുണ്ടെങ്കിലും, ഏത് മന്ത്രിക്കുണ്ടെങ്കിലും അത് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. അവിടെ വയലാറിന്റെ ഒരു ഫണ്ട് ഉപയോഗിച്ച് 6.5 കോടിയോ 8 കോടിയോ കൊണ്ട് മുടക്കി ഒരു വലിയ കെട്ടിടം പോയി ഇടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹിക്കുന്നില്ല. 10 വർഷമായില്ല. 10 വർഷമാണോ ഒരു കെട്ടിടത്തിന്റെ ആയുസ് എന്ന് പറയണം? ഈ ആശുപത്രിയുടെ വികസനത്തിന്റെ പന്താവിൽ കുതിപ്പ് നൽകിയ ഒരു കെട്ടിടമാണ്. ഇടിച്ചു പൊളിക്കുകയാണ്. അതിന് പകരം കിഫ്ബി എന്ന് പറയുന്ന കള്ളനാണയം നമ്മൾ കാണും വരും കാലങ്ങളിൽ. അതിന് നേതൃത്വം കൊടുത്തവർ കൽപ്പുറത്തിലേക്ക് പോകുന്നത് നമ്മൾ കാണും.